Bismillahir Rahmanir Rahim. We are discussing hadiths in Sahih al-Bukhari, Babu Bad'il Wahyi. Wahyiന്റെ ആരംഭം സംബന്ധിച്ചുള്ള ഹദീസുകളാണ് പറഞ്ഞത് അല്ലേ? ഒരു ഹദീസ് حديث نمبر 2 عن عائشة رضي الله عنها أن الحارث بن هشام رضي الله عنها سأل رسول الله صلى الله عليه وسلم فقال يا رسول الله كيف يأتيك الوحي then എങ്ങനെയാണ് വഹ്യ് താങ്കൾക്ക് വരുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു asked Prophet sallallahu alaihi wasallam how this revelation comes to Prophet sallallahu alaihi wasallam, and what was the reply of Rasul sallallahu alaihi wasallam? فقال رسول الله صلى الله عليه وسلم said فقال رسول الله صلى الله عليه وسلم أن أحيانا يأتيني مثل صلصلة الجرس أن الشديد علي فيبسم عني وقد وعيت عنه ما قال وأحيانا يتمثل لي الملك رجلا فيكلمني فعي ما يقول. هذا meaning also. ചില സമയത്ത് എനിക്ക് വഹി എങ്ങനെ വരുന്ന നബി പറഞ്ഞത്, എനിക്ക് വഹി ചില സമയത്ത് എങ്ങനെയാ വരുന്നത്? ചിലപ്പോ മണിനാഥം പോലെ വരും. പിന്നെ അപ്പോ അതാണ് ഏറ്റവും കഠിനമായ രൂപം. പിന്നെ അതെ, ചിലപ്പോ മലക്ക് മനുഷ്യരൂപത്തിൽ വരും, എന്നിട്ട് സംസാരിക്കുന്നത് അത് നബി അത് ഹൃദയസ്ഥമാക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ? Sometimes it is revealed like the ringing of a bell, and it is the hardest of all, and this state passes off after I have grasped what is inspired by Jibreel alayhi salam. Then sometimes it is the angel Malak Jibreel comes in the form of a man. Then he talks to me and I grasp whatever he says. അങ്ങനെയാണ് ഈ രണ്ട് രൂപത്തിൽ ആണ് ആ ഹദീസിൽ പറഞ്ഞത് അല്ലേ? അഷദ്ദു മീൻസ് അഷദ്ദു, അലീമുൻ മീൻസ് അറിയുന്നവൻ, അവലമു ഏറ്റവും അറിയുന്നവൻ, ബദഅ സ്റ്റാർട്ടഡ് തുടങ്ങി, വാ ലേൺ ബൈ ഹെർട്ട് ഹൃദിസ്ഥമാക്കി, വാർ കേവ് ഗുഹ, വാർ സൗത്ത് കേവ് ഓഫ് സൗത്ത്, വാർ ഹിറ കേവ് ഓഫ് ഹിറ, ലൈലുൻ ജമ ലയാലി, അഖദ മീൻസ് അഖദനി വഗത്തനി. ഒരു ഹദീസ് പറഞ്ഞു അല്ലേ? എന്നെ ജിബ്രീൽ പിടിച്ചു പ്രസ് ചെയ്തു. അഖദ മീൻസ് സ്ക്വാച്ച്, പിടിച്ചു. വത്ത മീൻസ് പ്രസ്ഡ്, അമർത്തി. സമ്മല സമ്മിലൂനി അഖ്സ മീൻസ് നിന്നാക്കി. റഹിമുൻ മീൻസ് അഖ്ബറ മീൻസ് ഖബർ, ന്യൂസ് അറിയിച്ചു. ഖബർ ന്യൂസ്, അഖ്ബറ അറിയിച്ചു, വാർത്ത അറിയിച്ചു. അആന മീൻസ് അആന ഔനുൻ, ഔനുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം. അആന മീൻസ് സഹായിച്ചു. ഉദ്വാൻ മീൻസ് ഉദ്വാൻ, ജലസ മീൻസ് ജാഅ ഓപ്പോസിറ്റ്, ജാഅ വിത്ത്. Ja'a means came. Dhaba means went. Hamiya means
ഹമിയ ഹമിയ ചൂട് പിടിച്ചു. ചൂട്. അതായത് വഹി ചൂട് പിടിച്ചു. വഹി ഈ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായ ശേഷം ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് തുടങ്ങുന്ന അതാണ് ഫസ്റ്റ് റെവലേഷൻ. ദെൻ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നുള്ള ആയത്തുകൾ ഇറങ്ങി അല്ലേ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ആകാശത്ത് എന്ത് കണ്ടു? ആകാശത്തേക്ക് നോക്കുമ്പോ മലക്ക് ജിബ്രീൽ ഇരിക്കുന്നു ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിൽ. അങ്ങനെ നബി വീട്ടിൽ പോയി. അപ്പോ നബിക്ക് പിന്നീട് അവതീർണമായതാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ റബ്ബക ഫതഹ്ഹിർ വസിയാബക വറബ്ബക ഫകബ്ബിർ സിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ എന്നുള്ള ആയത്തുകൾ. അതിനുശേഷം പിന്നെ വഹി ഹമിയ എന്ന് പറഞ്ഞു അല്ലേ, ചൂട് പിടിച്ചു. കാരണം വഹി പിന്നീട് ഇങ്ങനെ സമാനഗതമായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. Now, next hadith. عن ابن عباس رضي الله عنه قال كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن قال رسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. عن ابن عباس رضي الله عنه قال narrated by ابن عباس رحمة الله عليه. ابن عباس رضي الله عنه قال he says كان رسول الله صلى الله عليه وسلم أجود الناس كان رسول الله صلى الله عليه وسلم كان رسول الله صلى الله عليه وسلم أجود الناس. Allah's messenger, Allah's Rasul صلى الله عليه وسلم was the most generous of all the people. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരെക്കാളും ഉദാരനായിരുന്നു, എല്ലാവരെക്കാളും ഉദാരനായിരുന്നു. അജ്വദ് ഉദാരനായിരുന്നു. وكان أجود ما يكون في رمضان حين يلقاه جبريل and he used to reach the peak in generosity, the highest in generosity, highest stage of generosity in the month of Ramadan. When Jibreel alayhi salam met him, Jibreel alayhi salam Ramadan മാസത്തിൽ നബിയെ കാണാൻ വരുന്ന സന്ദർഭങ്ങളിൽ ആയിരിക്കും നബിക്ക് കൂടുതൽ ഉദാരത. ആ സമയങ്ങളിൽ കൂടുതൽ ജനങ്ങളോട് ഉദാരത കാണിക്കുമായിരുന്നു, ജനറോസിറ്റി. فيدارسه القرآن وكان يلقاه وكان جبريل وكان يلقاه عليه وكان رسول الله صلى الله عليه وسلم يلقاه جبريل يلقاه في كل ليلة من رمضان. and he used to reach Jibreel every night of Ramadan. Jibreel used to meet him. റമളാനിൽ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. قال رسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. and Allah's messenger Rasulullah sallallahu alaihi wasallam was the most generous person, even more generous than the fair winds. Winds are sent by Allah subhanahu wa ta'ala. Allah subhanahu wa ta'ala ആണ് കാറ്റുകൾ അയക്കുന്നത്. with glad tidings in them means glad tidings bushra, അതായത് റെയിൻ, മഴ, സന്തോഷ വാർത്ത. മഴയുടെ സന്തോഷവുമായിട്ടാണ് പലപ്പോഴും നല്ല കാറ്റ് വരുന്നത് അല്ലേ. നല്ല കാറ്റ് വരുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പ്രത്യാശയാണ്. മഴ പെയ്യുന്നുള്ളൊരു ആഗ്രഹം അല്ലേ, മഴ പെയ്യുന്നുള്ളൊരു പ്രത്യാശയുണ്ട്. അപ്പം നമ്മൾ മഴ ഇല്ലാതെ ആകെ വിഷമിച്ചിരിക്കണം അല്ലേ. അപ്പം നമ്മൾ നല്ല തണുത്ത കാറ്റ്, തണുത്ത കാറ്റ് വരുന്നുണ്ട്, മഴ
മഴ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു സന്തോഷം പ്രകടിപ്പിച്ചു അല്ലേ. അങ്ങനെയുള്ള കാറ്റിനേക്കാൾ ഉദാഹരണമായിരുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഉദാഹരണമായിരുന്നു. പിന്നെ ജിബ്രീൽ വരുന്ന സന്ദർഭങ്ങളിൽ, റമദാനിൽ ജിബ്രീൽ വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ ഉദാരത പ്രകടിപ്പിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ രാത്രികളും, റമദാനിലെ എല്ലാ രാത്രികളും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ തമ്മിൽ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഹദീസ്. No, another hadith. The next hadith is a long one. We will not describe it in detail. Just pass ചെയ്ത് പോകും. അടുത്ത ഹദീസ് കുറച്ച് വിശദമായിട്ടുള്ളൊരു കഥ ആണ്, ഒരു നീണ്ട ഹദീസാണ്. عن عبد الله بن عباس رضي الله عنه أن أبا سفيان بن حرب رضي الله عنه أخبره. عبد الله بن عباس رضي الله عنه narrated by Ibn Abbas radiyallahu anhu. Abu Sufyan bin Harb informed me that. Ibn Abbas radiyallahu anhu പറയാണ്, എന്ത്? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നോട് പറഞ്ഞു, അഖ്ബറഹു, അതായത് അദ്ദേഹത്തോട് പറഞ്ഞു. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ സുഫിയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുഫിയാൻ പറഞ്ഞു. അബൂ സുഫിയാൻ അന്ന ഹിഖല അർസല ഇലൈഹി ഫീ റക്ബിൻ മിൻ ഖുറൈശ് വകാനൂ തുജാറൻ ബിശ്ശാം ഫിൽ മുദ്ദത്തി അല്ലതി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദ്ദ ഫീഹാ അബാ സുഫിയാന വകുഫാറ ഖുറൈശ്. Abu Sufyan informed Ibn Abbas that Heraclius, the emperor, Rajavan, Hirqal had sent a messenger to him while he had been accompanying a caravan from Quraysh. They were merchants doing business in Sham at the time when Rasulullah sallallahu alaihi wasallam had truce with Abu Sufyan, and truce means treaty with Abu Sufyan and Quraysh infidel. Abu Sufyan ഖുറൈശി കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലായിരിക്കെ ഹിർക്കൽ എന്ന് പറയുന്ന റോം ഭരിച്ചിരുന്ന രാജാവാണ്, റോമാ ചക്രവർത്തിയാണ്. മനസ്സിലായില്ലേ? റോമാ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ആളെ അയച്ചു വിളിപ്പിച്ചു. ആരെ? അബൂ സുഫിയാൻ. അദ്ദേഹം ഖുറൈശി സംഘത്തോടൊപ്പം ഒരു കച്ചവട യാത്രയിലായിരുന്നു ആ സമയത്ത്. ആ കാലത്ത് അബൂ സുഫിയാനും ഖുറൈശികളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധി ചെയ്ത ഒരു ഉടമ്പടി ചെയ്ത കാലഘട്ടമായിരുന്നു അത്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യില്ല, അങ്ങനെയുള്ള സന്ധികൾ. പല ഖുറൈശികളൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആക്രമിക്കൂല എന്നുള്ള എന്തെങ്കിലും സന്ധികൾ, അങ്ങനെയുള്ള സന്ധിയുള്ള ഒരു കാലഘട്ടം ആയിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ലാറ്റർ അബൂ സുഫിയാൻ became a Muslim. This incident was before he embraced Islam. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. അബൂ സുഫിയാൻ പിന്നീട് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനെ ആളയച്ചു വരുത്തി. فأتوه وهم بإيليا فدعاهم في مجلسه وحوله علماء الروم ثم دعاهم ودعا بترجمانه فقال then Hirkal, he went to Hirkal at Elia. Elia means New Jerusalem. ഈലിയ എന്ന സ്ഥലത്ത് വെച്ച് ഹിർക്കൽ രാജാവിന്റെ അടുത്തേക്ക് പോയി. അവിടെ അവര് കണ്ടുമുട്ടാണ്. ഹിർക്കൽ called them in the court, and he had all the senior dignitaries, ulama, his leaders, his dignitaries, his lords around him. He called for his translator, Tarjuman, who translating Hirkal's questions said to them,
അപ്പൊ അങ്ങനെ അവരെ സദസ്സിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടെ ഹിർക്കലിന്റെ സദസ്സിൽ കുറെ പേരുണ്ട്. അവരുടെ പണ്ഡിതന്മാരും മതി നീ ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. ഇത് കഴിയട്ടെ. ഹിർക്കലിന്റെ രാജസദസ്സിൽ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആളുണ്ട്, പരിഭാഷപ്പെടുത്താൻ. കാരണം ഇവർ പറയുന്നവർക്ക് മനസ്സിലാവില്ല. ഇവർ വേറെ ഭാഷക്കാരാണ്, ഹിർക്കൽ വേറെ ഭാഷയാണ്, വേറെ നാട്ടുകാരാണ്. അപ്പം വേറൊരു ഭാഷയിലാകുമ്പോൾ മനസ്സിലാവില്ല. അപ്പം ഹിർക്കൽ പറയുന്നവർക്ക് മനസ്സിലാവാൻ ഒരു പരിഭാഷകനെ വെച്ച് അവർക്ക് ഇങ്ങനെ രാജ്യസദസ്സിലൊക്കെ പരിഭാഷകന്മാരുണ്ടാവും. വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ദൂതന്മാരെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ പരിഭാഷപ്പെടുത്തി കൊടുക്കാനാണ് തർജുമാൻ എന്ന് പറയാം. പരിഭാഷകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഇവര് സംസാരം തുടങ്ങി. ഹിർക്കൽ ചില കാര്യങ്ങൾ ചോദിക്കാം, നമ്മൾ പിടിക്കരുത്. എന്താണ് ഹിർക്കൽ ചോദിച്ചത്? قال أيكم أقرب نسبا بهذا الرجل الذي يزعم أنه نبي. എന്താണ് ഹിർക്കൽ ആദ്യം ചോദിച്ച ചോദ്യം? ഹിർക്കൽ started his questions. Who amongst you is closely related to that man who claims to be a prophet, a nabi? ഈ മനുഷ്യണ്ടല്ലോ, ഈ നബിയാണെന്ന് വാദിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഈ മനുഷ്യനുമായി നിങ്ങളിൽ ഏറ്റവും അടുത്ത ആള് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കാനാണ് ഇവരെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. അബൂ സുഫിയാൻ നബിയുടെ എതിർപക്ഷത്താണെങ്കിലും നബിയുടെ നാട്ടുകാരനാണ് അല്ലേ, നബിയുടെ ബന്ധുവാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഈ നബിയാണെന്ന് വാദിച്ചു വന്നിരിക്കുന്ന, നബിയാണെന്ന് അവകാശപ്പെട്ടിരിക്കുന്ന ഈ മുഹമ്മദ് നബി അവരുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത്, ഈ കൂട്ടത്തിൽ ഏറ്റവും ബന്ധമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ എന്ത് പറഞ്ഞു? ഫഖാല അബൂ സുഫിയാൻ ഫഖൽതു അന അഖറബുഹും നസബ. അപ്പൊ അബൂ സുഫിയാൻ എന്ത് പറഞ്ഞു? ഐ ആം ദ നിയറസ്റ്റ് റിലേറ്റീവ് ടു ഹിം. ഞാനാണ് ഈ അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് നബി എന്ന് അവകാശപ്പെട്ട് വന്നിരിക്കുന്ന ആളുമായിട്ട് ഏറ്റവും അടുത്ത ആൾ, മുഹമ്മദ് നബിയുമായി ഏറ്റവും അടുത്ത ആൾ ഞാനാണെന്ന് പറഞ്ഞു. എമംഗ് ദിസ് ഗ്രൂപ്പ്, ഈ വന്നിരിക്കുന്ന ഗ്രൂപ്പിൽ നടത്താം, വന്നിരിക്കുന്ന ആ സംഘത്തിൽ മുഹമ്മദ് നബിയുമായി അടുത്ത ആള് ഞാനാണെന്ന് ആര് പറഞ്ഞു? അബൂ സുഫിയാൻ ആരോട് പറഞ്ഞു? ഹിർക്കൽ. ശ്രദ്ധിക്കുന്നുണ്ടോ ചരിത്രം? കഥ പറയാൻ മനസ്സിലായേ? ഹിർക്കലിനോട് ആര് പറഞ്ഞു? അബൂ സുഫിയാൻ പറഞ്ഞു. ഹിർക്കൽ സെഡ്. അപ്പൊ ഹിർക്കൽ എന്ത് പറഞ്ഞു? فقال أدنوا مني وقربوا أصحابه فاجعلوهم عند ظهري. Then Hirqal said, bring Abu Sufyan, bring him close to me and make his companions stand behind him. അതെ, അപ്പൊ അവിടെയുള്ള ആൾക്കാരോട് കൽപ്പിച്ചു. ആര്? ഹിർക്കൽ കൽപ്പിച്ചു അയാൾ അങ്ങോട്ട് മുമ്പ് കൊണ്ടുവരും. ആരെ? അബൂ സുഫിയാൻ ഇങ്ങോട്ട് മുന്നോട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അയാളുടെ സംഘത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ അയാളെ പിറകിൽ നിൽക്കട്ടെ. അബൂ സുഫിയാനോട് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ചോദിച്ചത്? ثم قال لترجمانه قل لهم إني سائل هذا عن هذا الرجل فإن كذبني فكذبوه فوالله لولا الآن فإن كذبني فكذبوه. But then Hirqal said, Hirqal told his translator, ഹിർക്കൽ അദ്ദേഹത്തിന്റെ പരിഭാഷകനോട് പറഞ്ഞു, സഹസിലെ പരിഭാഷകനോട് പറഞ്ഞു, to tell my companions that he wanted to put some questions to me regarding that man, that is Prophet Muhammad sallallahu alaihi wasallam, and that if I told him or if I told a lie, then they must, that is their my companions, Abu Sufyan's companions should contradict me. എന്താണ് ഹിർക്കൽ പറഞ്ഞത്? തർജുമാനോട് പറയാമോ ഇവരോട്? ഈ സദസ് വന്നിരിക്കുന്ന അബൂ സുഫിയാനും സംഘമുണ്ടല്ലോ, അതിൽ ആ സംഘത്തോട് പറയാൻ പറഞ്ഞു. എന്ത്? ഈ മനുഷ്യനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ മനുഷ്യൻ പറയുന്നത് കളവാണെങ്കിൽ അവർ കറക്റ്റ് ചെയ്യണം. അല്ല, അയാൾ പറഞ്ഞ കളവാന്ന് പറയണം എന്ന് പറയണമെന്ന് ആരോട്? ആ സംഘത്തോട് പറയാൻ പറഞ്ഞു. ദെൻ അബൂ സുഫിയാൻ says, എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, فوالله لولا الحياء من
أن يأثروا علي كذبا لكذبت عنه. എന്നിട്ട് അബൂ സുഫിയാൻ ഇതേ സംബന്ധിച്ച് പിന്നീട് പറയാണ്, വിശദീകരിച്ചു കൊടുക്കല്ലേ. ബൈ അല്ലാഹ്, അബൂ സുഫിയാൻ ആഡ്, ബൈ അല്ലാഹ്, had I not been afraid of my companions labeling me a liar, I would not have spoken the truth about the Prophet sallallahu alaihi wasallam. അദ്ദേഹം നബിയാന്ന് നബിയായി കാണുന്നില്ല. അബൂ സുഫിയാൻ അന്ന് മുസ്ലിമായിട്ടില്ലല്ലോ. അപ്പൊ അബൂ സുഫിയാൻ പറയാൻ, എന്റെ കൂടെയുള്ള ആൾക്കാരെ, എന്റെ കൂടെ വന്ന ആളുകളില്ലേ സംഘത്തിൽപ്പെട്ട, അവർ എന്നെ പറ്റി ഒരു കളവ് പറയുന്ന ആളിന് ലേബൽ ചെയ്യും, മുദ്ര കുത്തും എന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നബിയെ പറ്റി കളവ് പറയുമായിരുന്നു. എന്നാ അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല. അപ്പൊ നബീനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ്, നബി നല്ല മനുഷ്യനാണെന്നുള്ള മനസ്സിലാവും, പ്രവാചകനാണെന്നുള്ള ആർക്ക് മനസ്സിലാവും? ആ സദസ്സിലുള്ളവർക്ക് മനസ്സിലാവും അല്ലേ, നബി നബിയാണെന്നുള്ളത് ആ സദസ്സിലുള്ളവർക്ക് മനസ്സിലാവില്ലേ. അപ്പൊ ഞാൻ കളവ് പറയുമായിരുന്നു, പക്ഷെ എന്റെ കൂടെ വന്നവര് ഞാൻ പറയണതൊക്കെ എന്താണ്, ഞാൻ പറയുന്നത് കളവാണ് മനസ്സിലാക്കിയിട്ട് എന്നെ ഒരു കള്ളനായിട്ട് മുദ്ര കുത്തൂലേ. അതുകൊണ്ട് അത് ഭയന്നതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് കളവൊന്നും പറഞ്ഞില്ല, ഉള്ള പോലെ പറഞ്ഞു. അങ്ങനെ ചോദ്യം തുടങ്ങിയ, എന്താണ് ചോദ്യം? ثم كان أول ما سألني عنه أن قال كيف نسبه فيكم قلت هو فينا ذو نسب. The first question he asked me about him was, what is his family status among you? I replied, he belongs to a good noble family among us. ആദ്യം ഹെർക്കൽ അബൂ സുഫിയാനോട് ചോദിച്ചത് എന്താണ്, എങ്ങനെയാണ് ഈ ആള് മുഹമ്മദ് എന്ന് പറയുന്ന ഈ നബിയാന്ന് പറയുന്ന ആളില്ലേ, അവരെ കുറിച്ച് ഈ മുഹമ്മദിന്റെ അവസ്ഥ എന്താണ്, ഈ മുഹമ്മദിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ്, എന്താ തറവാടൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഒരു നല്ല ഉയർന്ന കുടുംബത്തില്, ഖുറൈശി കുടുംബത്തിലല്ലേ നബി ജനിച്ചത്, ഖുറൈശി, അപ്പൊ നല്ല കുടുംബത്തിൽ ആണ് നബിയുടെ കുടുംബം. അങ്ങനത്തെ ഹാഷിം വംശം, ഖുറൈശി ഗോത്രം ഒക്കെ പഠിച്ചില്ല നിങ്ങൾ. അപ്പോ നബി നല്ല ഉയർന്ന കുടുംബത്തിൽ, ഉന്നത കുലത്തിലാണ് ജാതനായത് എന്നുള്ള വിവരം ഞാൻ മറുപടി പറഞ്ഞു. قال هذا القول منكم أحد قط قبله قلت لا. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നബിനെ കുറിച്ച് എന്തായിരുന്നു, ഹാസ് എനിബഡി എൽസ് എമംഗ് യു എവർ ക്ലെയിംഡ് ദ സെയിം, ദാറ്റ് ഈസ് പ്രൊഫറ്റ്ഹുഡ് ബിഫോർ ഹിസ് ക്ലെയിം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ മുമ്പ് നബിയാന്ന് പറഞ്ഞിട്ട് നബുവത്ത് വാദിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ അവർ നബി എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം കേട്ടോ. മുഹമ്മദ് നബിക്ക് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ നബിയാന്ന് നബുവത്ത് വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഐ റിപ്ലൈഡ് നോ. അപ്പൊ അബൂ സുഫിയാൻ പറയണേ, ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ മുമ്പാരും അറബികളുടെ കൂട്ടത്തിൽ നബിയാന്ന് വാദിച്ചിട്ടില്ല, നബി ഉണ്ടായിട്ടില്ലല്ലോ. അറബികളുടെ കൂട്ടത്തിൽ നബി ഉണ്ടായിട്ടില്ല, നബിമാരുണ്ടായിട്ടുണ്ട്, ഈസാ മൂസാ നബിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് ഇസ്രായേൽ കുടുംബത്തിലാണ് അല്ലെ, അറബ് കുടുംബത്തിലല്ല. ഞെക്കരുതിട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയി. ഇനി ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലികിൻ ഖുൽതു ലാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാസ് എനിബഡി എമംഗ് ഹിസ് ആൻസെസ്റ്റേഴ്സ് എ കിങ്. ഈ മുഹമ്മദിന്റെ മുമ്പുള്ള പൂർവഗാമികൾ, മുൻഗാമികളിൽ ആരെങ്കിലും രാജാക്കന്മാരായിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ രാജാവ് ആയിട്ടുണ്ടോ മുമ്പ്? ഐ റിപ്ലൈഡ് നോ. ഇല്ലാന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആരും രാജാവൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും. قال فأشراف الناس يتبعونه أم ضعفاؤهم فقلت بل ضعفاؤهم. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെർക്കുലീസ് ആസ്ക്ഡ് again, do the nobles or the poor follow him? ഈ നബിനെ, മുഹമ്മദിനെ പിന്തുടരുന്നവര് പിന്നെ പാവപ്പെട്ട ആൾക്കാരാണോ, വലിയ നല്ല സാമ്പത്തികമുള്ള ഉയർന്ന ആൾക്കാരാണോ, ആരാണ് നബിനെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഐ റിപ്ലൈഡ്, ഇറ്റ് ഈസ് ദ പുവർ ഹു ഫോളോ ഹിം, അവരിൽപ്പെട്ട
ഞങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ആൾക്കാരാണ്, ബലഹീനരായ ആൾക്കാർ, അപരരായ ആൾക്കാരാണ് നബിനെ പിന്തുടരുന്നത്, നബിനെ അനുസരിക്കുന്നത്, നബിന്റെ മതത്തിലേക്ക് പോകുന്നത് വലിയ ഉയർന്ന ഉയർന്ന ആളുകളല്ല, ആണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. നബിനെ കുറിച്ചാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? ആരാ? Who is asking me all these questions? പറ. ഹിർക്കൽ the emperor of Rome, റോമ ചക്രവർത്തിയാണ്. ഹിർക്കൽ ആണ് ചോദിക്കുന്നത്. To whom? ആരോട് ചോദിക്കുന്നു? അബൂ സുഫിയാനോടാണ് ചോദിക്കുന്നത്. قال أيزيدون أم ينقصون قلت بل يزيدون. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആർ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്? അവരിങ്ങനെ എണ്ണത്തിന് കൂടുകയാണോ കുറയാണോ? നബിന്റെ അനുയായികളില്ലേ, നബിനെ സ്വീകരിക്കുന്ന ആളുകൾ, നബിന്റെ മതം സ്വീകരിക്കുന്ന, ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടി ഇങ്ങനെ വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ? അപ്പൊ ഈ റിപ്ലൈഡ് ദേ ആർ ഇൻക്രീസിങ് വലിയ ജീതൂന, അവര് കൂടാണ്. നബിന്റെ അനുയായികൾ, അതായത് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണെന്ന് ആര് പറഞ്ഞു? ഇപ്പോഴും അങ്ങനെ തന്നെ. nowadays also it is the case. ഇപ്പോഴും the number of people embracing Islam is increasing. ഇപ്പോഴും ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. قال فهل يرتد أحد منهم سخطة لدينه بعد أن يدخل فيه قلت لا. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Do anybody amongst those who embrace his religion, this Islam, displeased and renounced this religion afterwards? I replied no. അത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഈ ഇസ്ലാം സ്വീകരിച്ചിട്ട് ആരെങ്കിലും അത് മടുത്ത് അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അതിന് അസന്തുഷ്ടരായിക്കൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടോ, മുർത്തത്തായിട്ടുണ്ടോ? ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ തിരിച്ച് ഇസ്ലാമിൽ നിന്ന് പോയിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോഴും അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല, പോയിട്ടില്ല. ആരുമാണ്? ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യമില്ലാന്നുണ്ടെങ്കിൽ അന്ന് നബിയുടെ കാലത്തെ കാര്യമാണ്. പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. فهل كنتم تتهمونه بالكذب قبل أن يقول ما قال قلت لا. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Have you ever accused him of telling lies before his claim to be a prophet, to be a nabi? I replied no. ശരിക്കും അടുത്ത ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ഇദ്ദേഹം ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പറയണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകനാണ്, നബിയാണെന്ന് വാദിച്ച് രംഗത്ത് വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? നബി ആയപ്പോഴല്ലേ, നബി എന്ന് പറയുന്നത് എപ്പോഴല്ലേ? ഇതിന്റെ മുമ്പ് എന്തെങ്കിലും നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ല ആരോപണം നിങ്ങൾക്കുണ്ടോ ആ നബിനെ കുറിച്ച്? അപ്പോ ഞാൻ പറഞ്ഞത് ഇല്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരാണ് പറയണേ? അബൂ സുഫിയാൻ പറയണേ ഇല്ല, പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, നബി കളവ് പറഞ്ഞിട്ടില്ലല്ലോ. നബിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ വാസ് അൽ അമീൻ, അല്ലേ? സത്യസന്ധനായിരുന്നു ഇതിനെ കുറിച്ചുള്ള വിവരണം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Does he ever betray or prove treacherous to his covenants? എപ്പോഴെങ്കിലും നബി വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടുണ്ടോ? നബി ഒരു വാഗ്ദാനം ചെയ്തിട്ട് ഇങ്ങനെ ഇന്ന ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക, വാഗ്ദാനം ലംഘിച്ചിട്ടുണ്ടോ? പ്രോമിസ് എപ്പോഴെങ്കിലും വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Then what was the reply of Abu Sufyan? അപ്പൊ അബൂ സുഫിയാൻ പറയുന്നതാണ്, قلت لا ونحن منهم في مدة لا ندري ما هو فاعل فيها. قال ولم تمكنني كلمة أدخل فيها شيئا غير هذه الكلمة. വഞ്ചിച്ചിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം നടത്തിയിട്ട് നബി അത് ലംഘിച്ചിട്ടുണ്ടോ, വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ said no, we are at truce with him but we don't know what he will do in it. I could not
find an opportunity to say anything against Prophet Muhammad, against him, except that words. അപ്പൊ അബൂ സുഫിയാൻ എന്ത് പറഞ്ഞു? ചാർജറിൽ കൊരാനായിട്ട് അബൂ സുഫിയാനോട് ഇങ്ങനെ ചോദിച്ചപ്പോ അബൂ സുഫിയാൻ എന്ത് പറഞ്ഞു? ഇല്ല, വാഗ്ദാന ലംഘനം നടത്തിയിട്ടില്ല, പക്ഷെ ഞങ്ങളിപ്പോ ഒരു സന്ധിയിലാണ്. ഇപ്പൊ ഈ മുഹമ്മദ് ഞങ്ങളൊരു സന്ധിയിലാണ്. ഇനി ആ സന്ധി അയാളിപ്പോ അതിലെന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇയാള് ഇതിലെന്താണ് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നബിക്കതിൽ ഒന്നും പറയാൻ കണ്ടില്ല. അപ്പൊ പിന്നെ എന്താണ് ഇപ്പോഴുള്ള സന്ധിയിൽ ഇനി എന്താ ചെയ്യാന്ന്, ഭാവിയിലെ കാര്യമല്ലേ, അതെന്താണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആര്? അബൂ സുഫിയാന് പറയാണ്. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായി സന്ധിയിലാണ്. ആ സന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യുക എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുഹമ്മദിനെ മോശമാക്കാൻ ഈ ഒരു വാചകമല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴുള്ള സന്ധി ഇനിയിപ്പോ പൂർത്തിയാക്കുമോ നബി എന്നുള്ളത് അറിയില്ലല്ലോ. അത് മാത്രമേ എനിക്ക് നബിക്ക് എതിരിൽ തോന്നാവുന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം പറയാനുള്ളൂ ഉണ്ടായിരുന്നു. വേറൊന്നും ഉണ്ടായില്ല. അതിപ്പം വരാൻ പോണ കാര്യമല്ലേ. ഈ സന്ധി എന്താവും? ഇപ്പൊ ഒരു സന്ധിയിലാണ് ഞങ്ങള് നബി ആയിട്ട്, അല്ലെ നബി മുഹമ്മദ് ഞങ്ങളായിട്ടൊരു സന്ധിയിലാണ്. അത് എന്താവും എന്നുള്ളത് അറിയില്ല എന്ന് മാത്രം പറഞ്ഞു. ഇതല്ലാതെ ഒരു വാക്കും ഞാൻ നബിക്കെതിരിൽ പ്രയോഗിക്കാൻ കണ്ടില്ല എന്ന് ആര് പിന്നെ പറയാണ്? ആര് പറയാണ്? അബൂ സുഫിയാൻ പിന്നീട് പറയാണ്. ഇസ്ലാം സ്വീകരിച്ച ശേഷം എന്നെ പറഞ്ഞത് ഇതല്ലാതെ ഒന്നും കണ്ടില്ല എന്നില്ല. അതല്ല, അതിന് മുമ്പ് നെക്സ്റ്റ് ബിഫോർ ദാറ്റ് قال فهل قاتلتموه؟ قلت نعم. قال فكيف كان قتالكم إياه؟ قلت الحرب بيننا وبينه سجال ينال منا وننال منه. ഇതുമേം കളിച്ചല്ലേ. Then next question was, have you ever had a war with him? ഇദ്ദേഹവുമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടോ മുഹമ്മദായിട്ട്? ഐ റിപ്ലൈഡ് യെസ്. അതെ, യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. Then he said, what was the outcome of the battles, these wars? ഈ യുദ്ധങ്ങളുടെ ഫലം എന്തായിരുന്നു? ആരാ ജയിച്ചത്? യുദ്ധങ്ങളിലെ ആരാണ് ജയിച്ചത്? നിങ്ങളാണോ മുഹമ്മദാണോ ജയിച്ചത്? ഐ റിപ്ലൈഡ്, sometimes he was victorious and sometimes we. Sometimes he and sometimes we. ചിലപ്പോൾ മുഹമ്മദ് ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും. അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. വിജയം പരാജയം രണ്ടു കൂട്ടർക്കും ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. then قال ما لا يأمركم؟ قلت يقول اعبدوا الله وحده ولا تشركوا به شيئا واتركوا ما يقول آباؤكم ويأمرنا بالصلاة والصدق والعفاف والصلة. ശബ്ദം ഉണ്ടാക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഹി ഓർഡർ യു ടു ഡു? നിങ്ങളോട് എന്താണ് അദ്ദേഹം ചെയ്യാൻ കൽപ്പിക്കുന്നത്? എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ മുഹമ്മദ് പറയുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ്? ഐ സച്ച് അബൂ സുഫിയാൻ പറയണം, ഞാൻ പറഞ്ഞു. ഹി ടെൽസ് us to worship Allah alone, to take ibadat for Allah alone, and not to worship anything along with him, and not to take ibadat, offer ibadat to anyone except Allah, and to renounce all that our ancestors had said. He orders us to pray, to speak the truth, to be chaste, and to keep good relations with our kith and kin. എന്തൊക്കെയാണ് മുഹമ്മദ് നബി ചെയ്യാൻ കൽപ്പിച്ചത്? എന്തൊക്കെയാണ് മുഹമ്മദ് നബി നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചതെന്നാണ് ഹർക്കൽ ചോദിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. പിന്നെ പൂർവ്വപിതാക്കൾ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വർജിക്കണം. പറഞ്ഞുണ്ടാക്കിയ പല കെട്ടുകഥകളും പിന്നെ ബിംബാരാധനയും ഇത് കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെ തൊട്ട് പൂർവ്വപിതാക്കൾ ഉണ്ടാക്കിയതാണ് അല്ലേ? വർജിക്കണം, അതൊക്കെ ഒഴിവാക്കണം. അതോടൊപ്പം നിസ്കരിക്കണം, സത്യം പറയാന്, സദാചാരം പാലിക്കാന്, കുടുംബ ബന്ധം പുലർത്താന് എല്ലാമാണ് ഈ മുഹമ്മദ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് സത്യസന്ധമായിട്ട് ആര്? അബൂ സുഫിയാൻ പറഞ്ഞു.
فقال للترجمان قل له سألتك عن نسبه فذكرت أنه فيكم ذو نسب فكذلك الرسل تبعث في نسب قومها وسألتك هل قال أحد منكم هذا القول فذكرت أن لا فقلت لو كان أحد قال هذا القول قبله لقلت رجل يأتسي بقول قيل قبله وسألتك هل كان من آبائه من ملك فذكرت أن لا قلت فلو كان من آبائه من ملك قلت رجل يطلب ملك أبيه وسألتك هل كنتم تتهمونه بالكذب قبل أن يقول ما قال فذكرت أن لا فقد أعرف أنه لم يكن ليذر الكذب على الناس ويكذب على الله وسألتك أشراف الناس اتبعوه أم ضعفاؤهم فذكرت أن ضعفاءهم تبعوه وهم أتباع الرسل وسألتك أيزيدون أم ينقصون فذكرت أنهم يزيدون وكذلك أمر الإيمان حتى يتم وسألتك أيرتد أحد سخطة لدينه بعد أن يدخل فيه فذكرت أن لا وكذلك الإيمان حين تخالط بشاشته القلوب وسألتك هل يغدر فذكرت أن لا وكذلك الرسل لا تغدر وسألتك بما يأمركم فذكرت أنه يأمركم أن تعبدوا الله ولا تشركوا به شيئا وينهاكم عن عبادة الأوثان ويأمركم بالصلاة والصدق والعفاف فإن كان ما تقول حقه فسيملك موضع قدمي هاتين وقد كنت أعلم أنه خارج لم أكن أظن أنه منكم فلو أني أعلم أني أخلص إليه لتجشمت لقاءه ولو كنت عنده لوصلت عن قدميه ثم دعا بكتاب رسول الله صلى الله عليه وسلم അതുവരെ ഒന്ന് പറയാം എന്താണ് ഇതുവരെ ചോദിച്ച കാര്യങ്ങൾ പല കാര്യങ്ങൾ ചോദിച്ചു അല്ലേ അതിനുള്ള ഉത്തരങ്ങളും കേട്ടു നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ ഇനി ഈ ട്രാൻസ്ലേറ്റർ വിളിച്ചു ആരെ ഈ തർജുമാനെ എന്നിട്ട് ഈ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ആളെ വിളിച്ചിട്ട് ഹിർക്കൽ പറയാണ് നിർദ്ദേശം കൊടുക്കുന്നു എന്ത് Hirkal asked the translator to convey to me the following. I asked you about his family and your reply was that he belonged to a very noble family. Hirkal ചോദിച്ചു ട്രാൻസ്ലേറ്റർ ഈ പരിഭാഷനെ വിളിച്ചു വരുത്തി ചോദിച്ചു ഇത് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അബൂ സുഫിയാനോട് എന്നോട് പറയാൻ പറഞ്ഞു അതായത് അബൂ സുഫിയാൻ പറയണം എന്ത് I asked you about his family and your reply was that he belonged a very noble family. ഏത് കുടുംബത്തിലാണെന്ന് ചോദിച്ചപ്പോൾ കുടുംബത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നല്ലൊരു കുടുംബത്തിലാണ് നല്ല തറവാട്ടിലാണെന്നാണ് പറഞ്ഞത് നബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇൻഫാക്ട് all the messengers are from noble families among the respective people. അതായത് ആളുകളിലെ ഉയർന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സാധാരണ നബിമാർ വരാറുള്ളത്. I asked you whether anybody else among you claimed such a thing, prophethood, and your reply was no. Your reply was in the negative. അതായത് ഞാൻ നിങ്ങളോട് ചോദിച്ചു മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നുബുവത്ത് പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല എന്നായിരുന്നു നിങ്ങളുടെ മറുപടി. If your answer has been yes, I would have thought that the man was following the previous man's statements. നിങ്ങളുടെ ഉത്തരം അതേന്നാണെങ്കിൽ അതായത് മുമ്പ് നബിമാര് അവരുടെ അറബികളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അബൂ സുഫിയാൻ ഉത്തരമെങ്കിൽ നിങ്ങളുടെ ഉത്തരം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അപ്പൊ എനിക്ക് ചിന്തിക്കാമായിരുന്നു മുമ്പ് വന്ന പ്രവാചകല്ലേ, ആ പ്രവാചകന്റെ വാക്കുകൾ ഇയാൾ കോപ്പി അടിക്കാന്ന് എനിക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. Then I asked you about whether anyone of his ancestors was asking. Your reply was kings. Rajav ആയിരുന്നു, was a king. Your reply was no. And if your reply has been yes,
If your reply had been yes, I would have thought that this man wanted to take back his ancestral kingdom. മുമ്പ് നിങ്ങളുടെ കൂട്ടത്തില് ഇതേ മുഹമ്മദിന്റെ മുന്നേയുള്ള മുൻഗാമികളായ ആളുകളിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഇല്ല എന്നാ പറഞ്ഞത് അറബികളിൽ. അപ്പൊ അതിൽ നിന്ന് ഇല്ലാന്നാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. അപ്പൊ അത് ഉണ്ടെന്നായിരുന്നെങ്കിൽ ആ രാജാധിപത്യം കിട്ടാൻ വേണ്ടിയിട്ട് അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഹമ്മദ് നടത്തുന്നത് എനിക്ക് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, മനസ്സിലാകണ്ടോ? അതൊന്നുമല്ല. I further asked whether he was ever accused of telling lies before he said what he said, and your reply was no. പിന്നെന്താണ് നിങ്ങളോട് ചോദിച്ചു, ഈ നബുവത്ത് വാദിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നിങ്ങളോട് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലാക്കാം. സോ ഐ വണ്ടേർഡ് ഹൗ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ടെൽ എ ലൈ അബൌട്ട് അതേഴ്സ് കുഡ് എവർ ടെൽ എ ലൈ അബൌട്ട് അല്ലാഹ്. മറ്റുള്ളവരെ കുറിച്ച് ഒരു കളവും പറയാത്ത, മറ്റുള്ളവരോട് കളവും പറയാത്ത ആൾ, ഒരു മനുഷ്യൻ എങ്ങനെ അള്ളാഹിനെ കുറിച്ച് കളവ് പറയും? അപ്പൊ ഇദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ശരിയാണെന്ന് അർത്ഥം. കാരണം അള്ളാഹിനെ കുറിച്ച് എങ്ങനെ കളവ് പറയും? അള്ളാഹാണ് അവതരിപ്പിച്ചത്, അള്ളാഹ് അവതരിപ്പിച്ച ഖുർആൻ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ ഇതിന്റെ മുമ്പ് നബി ജീവിച്ചിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ നബി 40 കൊല്ലം ജീവിച്ചിരുന്നില്ല. അതിന് മുമ്പ് 40-ാം വയസ്സിലാണ് നുബുവത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങളോട് കളവൊന്നും പറയാത്ത ഒരാൾ അള്ളാഹിനെ കുറിച്ച് പിന്നെ എങ്ങനെ കളവ് പറയും? അതിന്റെ മുമ്പ് മനുഷ്യരെ സംബന്ധിച്ച് കളവ് പറയാത്ത ആൾ അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ കളവ് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ട്രാൻസ്ലേറ്ററോട് പറയണം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ആർക്ക്? അബൂ സുഫിയാൻ പറഞ്ഞു കൊടുക്കാൻ. I then asked you whether rich people are or the poor people follow him. Your reply was that it was the poor who followed him, and in fact these poor always are followers of messengers. പിന്നെ ചോദിച്ചെന്താണ്, ധനികരാണോ ദരിദ്രരായ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണോ നബിനെ പിന്തുടർന്ന് ചോദിച്ചപ്പോൾ പാവപ്പെട്ടവരാണോ? അത് അമ്പിയാക്കളെ സാധാരണഗതിയിൽ ആദ്യം ഫോളോ ചെയ്യുന്നത് ആരായിരിക്കും? അമ്പിയാക്കളെ ഫോളോ ചെയ്യുന്നത് പാവപ്പെട്ട ആളുകൾ തന്നെയാണ്. പിന്നെ then I asked whether his followers were increasing or decreasing, and your reply was they are increasing, and in fact this is the way of the true faith in all respects. അപ്പോ പിന്നെ ചോദിച്ചെന്താണ്, ഈ വിശ്വാസികളുടെ എണ്ണം ഇങ്ങനെ മുഹമ്മദിന്റെ അനുയായികളുടെ എണ്ണം വർദ്ധിക്കാണോ കുറയാണോ ചോദിച്ചു. ഇപ്പോൾ കൂടുക എന്നാ പറഞ്ഞത് അല്ലെ, വർദ്ധിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് ശരിയായ ഈമാന്റെ കാര്യം എന്നുള്ളത് ആര് പറഞ്ഞു? രാജാവ് ചക്രവർത്തി ഹിർക്കൽ പറഞ്ഞു. I further asked you whether there was anybody who embraced his religion, became displeased and discarded his religion. Your reply was in the negative. And in fact this is the sign of true faith, when its delight enters and mixes the heart with them completely. പിന്നെ ഞാൻ ചോദിച്ചത്, ആരെങ്കിലും ഈ മതം സ്വീകരിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് പുറത്തു പോയിട്ടുണ്ടോ ഇഷ്ടപ്പെടാതെ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ മറുപടി നെഗറ്റീവായിരുന്നു, ഇല്ലാന്നായിരുന്നു അല്ലെ? മുസ്ലിം പറഞ്ഞ ഇല്ലാന്നല്ലേ? അത് തന്നെയാണ് യഥാർത്ഥ ഈമാന്റെ കേസ്. അപ്പം അത് ശരിയായ വിശ്വാസം ആളുകളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പം അതിൽ സന്തുഷ്ടരാകുമ്പം പിന്നെ അവരതിൽ നിന്ന് പുറത്തു കിടക്കുകയില്ല. ആ വിശ്വാസത്തിൽ അവർ ലയിക്കും, വിലയം പ്രാപിക്കും. I asked you whether he had ever betrayed. You replied no, and likewise so all the messengers never betray. പിന്നെ ചോദിച്ചതാണ്, നിങ്ങളെ എപ്പോഴെങ്കിലും വാഗ്ദത്തലംഘനം നടത്തിയിട്ടുണ്ടോ, വഞ്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നബിമാരാരെയും വഞ്ചിക്കുകയില്ല. Then I asked you what he ordered you to do. എന്താണ് അദ്ദേഹം നിങ്ങളോട് ചെയ്യാൻ കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി എന്താണ്? You replied that he ordered you to worship Allah and Allah alone, and not to worship anything along with him, and forbade you to worship idols, and ordered you to pray, to speak the truth, and to be chaste. പിന്നെ നിങ്ങളോട് എന്താണ് ഇദ്ദേഹം കൽപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാത്ത ബിംബങ്ങളൊന്നും ബിംബങ്ങളെ ആരാധിക്കുന്നത് നിരോധിച്ചു. പിന്നെ എന്താ പറഞ്ഞത്? നിസ്കരിക്കാനും സത്യം മാത്രം പറയാനും പിന്നെ സദാചാരം പാലിക്കുവാനും എല്ലാമാണ് ഞങ്ങളോട് കൽപ്പിച്ചതെന്നാണ്
നിങ്ങൾ പറഞ്ഞത്. If what you have said is true, എന്നിട്ട് പിന്നെ ഹിർക്കൽ പറയാനുണ്ട്. فإن كان ما تقول حقا فسيملك موضع قدمي هاتين وقد كنت أعلم أنه خارج لم أكن أظن أنه منكم فلو أني أعلم أني أخلص إليه لتجسمت لقاءه ولو كنت عنده لوصلت عن قدميه. എന്നിട്ട് ഹിർക്കൽ പറയാനുണ്ട്. If what you have said is true, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ he will very soon occupy this place of which is underneath my feet, and I knew it from scriptures that a prophet will come, that he was going to appear, but I did not know that he would be from you, and if I am sure to reach him, I would go immediately to meet him, and if I were with him, I would certainly wash his feet. എന്താണ് പിന്നീട് ഹിർക്കൽ പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്താണ്, എന്റെ കാലിന്റെ ചുവട്ടിലുള്ള ഈ സ്ഥലം അദ്ദേഹം കയ്യേറും, അദ്ദേഹം ആധിപത്യം ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ആധിപത്യം വരും, മുഹമ്മദ് നബി ഇവിടത്തെയൊക്കെ ഭരണാധികാരിയാവും, ഇവിടെയൊക്കെ ഇസ്ലാം വരും എന്ന് എനിക്ക് ഉറപ്പാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഈ എന്റെ കാലിന്റെ ചുവട്ടിലുള്ള ഈ മണ്ണുണ്ടല്ലോ, ഈ റോമാ സാമ്രാജ്യം, ഇവിടെയൊക്കെ ഇസ്ലാം വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്, ഇങ്ങനെ ഒരു നബി വരും എന്നുള്ള കാര്യം. പക്ഷെ അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ നബി വരുന്നുള്ളത് മറ്റു ഗ്രന്ഥങ്ങളുണ്ട്, ഇഞ്ചീലിലുണ്ട്, തൗറാത്തിലുണ്ട് നബിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. എനിക്ക് ഈ നബിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ, എത്തിപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഉടനെ ആ നബിയെ കാണുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കുക. ബട്ട് നബി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രക്ക് നബിയെ ഞാൻ അനുസരിച്ച് ജീവിക്കുമായിരുന്നു. എന്നിട്ട് ഹിർക്കൽ എന്ത് ചെയ്തു? ثم دعا بكتاب رسول الله صلى الله عليه وسلم الذي بعث به دهية إلى عظيم بصرى فدفعه إلى هرقل فقرأه فإذا فيه بسم الله الرحمن الرحيم من محمد عبد الله ورسوله إلى هرقل عظيم الروم سلام على من اتبع الهدى أما بعد فإني أدعوك بدعاية الإسلام أسلم تسلم يؤتك الله أجرك مرتين فإن توليت فإن عليك إثم الأريسيين ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. The rest we will take inshallah later. ഇതിന്റെ ബാക്കി ഹദീസിന്റെ ബാക്കി